വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ബി.ജെ.പി കൗൺസിലറുടെ ആത്മഹത്യ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പിയുടെ അതിക്രമം നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം, ക്യാമറ, മൈക്കുകളടക്കം തകർത്തു. ബി.ജെ.പി പ്രവർത്തകരുടെ മർദ്ദനമേറ്റിരിക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് KWJ ജില്ലാ ട്രഷററായ ജി പ്രമോദിന്റെ ക്യാമറ ലെൻസ് ബി.ജെ.പി പ്രവർത്തകരുടെ അതിക്രമത്തിൽ തകർന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഫോട്ടോ ജേർണലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്തും ചേരുകയാണ്. സുലേഖ, ബി.ജെ.പിക്കെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കൗൺസിലർ ആത്മഹത്യ ചെയ്തതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി പ്രവർത്തകരുടെ കയ്യേറ്റവും അതിക്രമവും ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു, തീർച്ചയായും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരുമല ജംഗ്ഷനിലുള്ള ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് എത്തിയത്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തുള്ള കൗൺസിലർമാരുടെ മുറിക്കകത്താണ് ഈ കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ബി.ജെ.പി പ്രവർത്തകരുടെ ഒരു കയ്യേറ്റം ഉണ്ടായത്. ഈ കയ്യേറ്റത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ക്യാമറ ലെൻസുകളും ട്രൈപോഡ് അടക്കമുള്ള കാര്യങ്ങൾക്ക് പോറലേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഫോട്ടോ ജേർണലിസ്റ്റ്, ദേശാഭിമാനി ദിനപത്രത്തിലെ ഫോട്ടോ ജേർണലിസ്റ്റും അതിനൊപ്പം തന്നെ KWJ തിരുവനന്തപുരം ജില്ലാ ട്രഷറർ ജി പ്രമോദ് ചെയ്യുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇത്? രാവിലെ നമ്മൾ ഈ സംഭവം അറിഞ്ഞ് ഇവിടെ എത്തിയതാണ്. ആ മുറിക്കുള്ളിൽ ഇൻക്വസ്റ്റ് നടക്കുകയാണ്. നമ്മളത് അതിന് മുമ്പിൽ നിന്ന് നമ്മൾ അതിൻ്റെ അവിടുത്തെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ചിത്രവും മറ്റും എടുക്കുന്നുണ്ടായിരുന്നു. ചാനൽ ക്യാമറമാന്മാരുണ്ടായിരുന്നു. നമ്മൾ ആ ചെറിയൊരു സ്ഥലമാണ്. അവിടെ നിൽക്കുമ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ രണ്ട് സൈഡിൽ നിന്നും ആക്രോശിച്ചുകൊണ്ട് നിങ്ങളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ പറയുന്നത് എന്താണ്, ഇത് ആത്മഹത്യാക്കുറിപ്പിലുള്ള വസ്തുതകൾ എന്തിനാണ് പറയുന്നത് എന്നുള്ള നിലയിൽ ഒരു പ്രകോപനവുമില്ലാതെ ഈ രണ്ട് സൈഡിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു. ക്യാമറ ലെൻസ് ആ തിരക്കിനിടയിൽ അവിടെ സ്റ്റെപ്പിൽ അടിച്ചിട്ട് ഇത് ലെൻസ് പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. യാതൊരു പ്രകോപനവുമില്ലായിരുന്നു. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളാണല്ലോ, അവിടുത്തെ വിഷ്വലാണ്, അവിടെ നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ ഇങ്ങനൊരു പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമായിരുന്നു. മനു, ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു പ്രകോപനവും ഇല്ലാത്ത തരത്തിലാണ് ഇത്തരത്തിൽ ബി.ജെ.പി പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു കയ്യേറ്റ ശ്രമം അത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഈ കൗൺസിലറിൻ്റെ ആത്മഹത്യ അത് ഈ ഇത്തരത്തിൽ ഈ ബി.ജെ.പി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് മൂലമാണ് എന്നുള്ളത് അതൊരു വസ്തുതയാണ്. ആ വസ്തുത മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബി.ജെ.പി പ്രവർത്തകരുടെ നേതൃത്വം വലിയ രീതിയിലുള്ള ഒരു അതിക്രമം അല്ലെങ്കിൽ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു. അത് പൊതുസമൂഹം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒക്കെ നേരെ വലിയ തോതിൽ ഈ അതിക്രമം അഴിച്ചുവിട്ടത്? തീർച്ചയായും മനു, നമുക്ക് അത് തന്നെ അനുമാനിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇത്തരത്തിൽ മറ്റ് ബി.ജെ.പി പ്രവർത്തകരുടെ മറ്റ് സാമ്പത്തിക തിരിമറികളും മറ്റ് ക്രമക്കേടുകളും പുറത്തു വരുമെന്നുള്ള ആ ഒരു ചിന്ത കാരണമായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ വലിയ തരത്തിലുള്ള കയ്യേറ്റ ശ്രമത്തിന് ഈ ബി.ജെ.പി പ്രവർത്തകർ മുതിർന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ ഈ നമ്മൾ സ്ത്രീകൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ വലിയ തോതിലാണ് ഇത്തരത്തിൽ ബി.ജെ.പി അധിക്ഷേപ പരാമർശം അടക്കം നടത്തിക്കൊണ്ടാണ് ഈ ബി.ജെ.പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കയ്യേറ്റ ശ്രമം ഉണ്ടായത് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ തന്നെയുള്ള ഒരു കയ്യേറ്റ ശ്രമമാണ് ഇവിടെ നടന്നത്. നമ്മൾ ഈ വസ്തുത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റ ശ്രമം ഉണ്ടായത് എന്നത് തന്നെയാണ് പറയേണ്ടത്. ഇത്തരത്തിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ ഇവിടെ ഈ തിരുമല ജംഗ്ഷനിലുള്ള നഗരസഭാ കോംപ്ലക്സിലേക്ക് എത്തിയത്. അതിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തുന്നു. അതിനെതിരെയാണ് ഇത്തരത്തിൽ ബി.ജെ.പി പ്രവർത്തകരുടെ വലിയ തോതിലുള്ള ഒരു അതിക്രമം മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായത്. ഇത്തരത്തിൽ ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോകണം എന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ ബി.ജെ.പി പ്രവർത്തകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. പക്ഷേ പോലീസിനടക്കം ഈ ബി.ജെ.പി പ്രവർത്തകരുടെ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ വാർത്ത പൊതുസമൂഹത്തെ അറിയിക്കുക എന്നതാണല്ലോ മാധ്യമപ്രവർത്തകരുടെ ധർമ്മം എന്ന് പറയുന്നത്. ആ പണി നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടല്ലോ. ഇവർ പ്രതിരോധത്തിലാകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ്, അതല്ലാതെ അതൊരു മാധ്യമപ്രവർത്തകരുടെ മേർക്ക് കുതിര കയറുന്നതല്ലോ അതിന്റെ പോംവഴി എന്ന് പറയുന്നത്. സുലേഖ,
തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ്. ഇവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാനല്ല നമ്മളിവിടെ എത്തിയത്, സത്യം റിപ്പോർട്ട് ചെയ്യാനാണ്. കൃത്യമായ വസ്തുത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാധ്യമപ്രവർത്തകർ, നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് ചെയ്യരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വലിയ രീതിയിലുള്ള ആക്രോശം അടക്കം ഉന്നയിച്ചുകൊണ്ട്, അധിക്ഷേപ പരാമർശം അടക്കം ഉയർത്തിക്കൊണ്ട് ഈ BJP പ്രവർത്തകർ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് പോയിട്ടുള്ളത്. വനിതാ മാധ്യമപ്രവർത്തകരടക്കം ഈ സ്ഥലത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരെ അടക്കം ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചാണ് ഈ സ്ഥലത്ത് നിന്ന് ഈ കൗൺസിലറുടെ മുറിക്ക് മുന്നിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറക്കി കൊണ്ടുവന്നത്. ഈ സ്റ്റെപ്പ് നമ്മൾ സംയമനം പാലിച്ച് ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സ്റ്റെപ്പ് നമ്മൾ ഇവരുടെ ആക്രോശത്തിനനുസരിച്ച് ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കരുതെന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ ബിൽഡിങ്ങിന്റെ സ്റ്റെപ്പ് ഇറങ്ങി വന്നത്. പക്ഷേ ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഘട്ടത്തിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ ഈ BJP പ്രവർത്തകരുടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആക്രമം ഉണ്ടായത്. എന്തായാലും ക്യാമറ ലെൻസുകളടക്കം ട്രൈപോഡുകളടക്കം മൈക്കുകളടക്കം തകർന്നൊരു സാഹചര്യത്തിലേക്ക്, അത്തരത്തിലൊരു നിലയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്.